വമ്പൻ വിജയം നേടിയതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിന്റെ വീഡിയോ ആദ്യം കണ്ടു നോക്കാം. ഞങ്ങളൊന്നും മറക്കില്ല. പണ്ടൊക്കെ ഞങ്ങളുടെ അധികാരം ഭരണത്തിലേക്ക് വരുമ്പോൾ പലതും മറന്നുപോകായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങിയ മർദ്ദനങ്ങൾക്കും അവരുടെ ചോര ഈ കേരളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങൾ മറക്കില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നടത്തിയ പോരാട്ടം, നവകേരള യാത്രക്കിടയിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരെ അക്രമമൊന്നും കാണിച്ചില്ല. അവർ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ അവർ ഏറ്റുവാങ്ങിയ അതിക്രമങ്ങൾ, രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് പരിഹസിച്ചത് ഞങ്ങൾ മറക്കില്ല. മറക്കാൻ പറ്റില്ലല്ലോ. അതായത് ആ കുഞ്ഞുങ്ങളെ മറന്നു പോകുന്നതാണ് അതിന്റെ അർത്ഥം. അത് ഞങ്ങൾ മറക്കില്ല. അത്ര ഞാൻ പറയുന്നത്. അതൊന്നും മറക്കില്ല, ഞങ്ങളൊന്നും മറക്കില്ല. വി.ഡി. സതീശൻ പറഞ്ഞത് കേട്ടില്ലേ? ഒന്നും മറക്കില്ലെന്നാണ് പറഞ്ഞതിന്റെ നേരിട്ടുള്ള അർത്ഥം. ഞങ്ങളുടെ കുട്ടികളെ തല്ലിയിട്ടുണ്ടെങ്കിൽ, അവരുടെ ചോര ഈ കേരളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങൾ മറക്കില്ല. വി.ഡി. സതീശൻ ഇത് പറയുമ്പോൾ ആ വെടി വന്നുകൊള്ളുന്നത് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരിലേക്കാണ്. നവകേരള യാത്ര എന്ന പ്രഹസനവുമായി പിണറായിയും കൂട്ടരും ഈ കേരളം മുഴുവൻ കറങ്ങി നടന്നപ്പോൾ അതിനെതിരെ യൂത്ത് കോൺഗ്രസ് തീർത്തത് പ്രതിഷേധത്തിന്റെ അലയൊലികളാണ്. എന്നാൽ തിരിച്ചടിച്ച മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ നടത്തിയത് നരനായാട്ടാണ്. അന്ന് ഈ ലാത്തിചാർജിനെ LDF മന്ത്രിമാർ വിശേഷിപ്പിച്ചത് രക്ഷാപ്രവർത്തനം എന്നതാണ്. ആലപ്പുഴയിലാണ് പിണറായി വിജയന്റെ അംഗരക്ഷകർ മനുഷ്യത്വം മറന്ന് ലാത്തി വീശിയത്. അടികൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീണ് കിടന്ന് വേദന കൊണ്ട് പൊളഞ്ഞത് ആരും മറന്നിട്ടില്ല. ഇതാണ് വി.ഡി. സതീശൻ ഭരണം കിട്ടിയപ്പോൾ തന്നെ ഓർമ്മിപ്പിച്ചത്. ആലപ്പുഴയിൽ മുഖ്യന്റെ അംഗരക്ഷകരിൽ നിന്ന് അടിയേറ്റവരിൽ ഒരാൾ യൂത്ത് കോൺഗ്രസ് നേതാവ് A.D. തോമസ് എന്ന നേതാവാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ P.P. ചിത്തരഞ്ജൻ എന്ന CPM-ന്റെ സിറ്റിംഗ് MLA-യെ പരാജയപ്പെടുത്തി A.D. തോമസ് നിയമസഭയിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രോട്ടോകോൾ പ്രകാരം പോലീസിൽ DGP-യെക്കാളും മുകളിലാണ് MLA-യുടെ സ്ഥാനം. ചുരുക്കി പറഞ്ഞാൽ അന്ന് തല്ലിയ ഏമാന്മാർ ഇന്ന് തോമസിനെ സല്യൂട്ട് അടിക്കും. തല്ലിയ മുഖ്യമന്ത്രിയുടെ ഗൺമാനെ അടക്കം പറപ്പിക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ യൂത്ത് കോൺഗ്രസ് പറഞ്ഞിരുന്നു. ഇടതുപക്ഷത്തിന്റെ ചെങ്കോട്ടയായ ആലപ്പുഴയിൽ ചെറിയ വോട്ടിനല്ല തോമസ് ചിത്തരഞ്ജനെ വീഴ്ത്തിയത്. 21,015 വോട്ടുകളുടെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് തോമസിന്റെ ജയം. ഇടതുപക്ഷത്തിന്റെ ചെങ്കോട്ടയായ ആലപ്പുഴയിൽ ചെറിയ വോട്ടിനല്ല തോമസ് ചിത്തരഞ്ജനെ വീഴ്ത്തിയത്. 21,015 വോട്ടുകളുടെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് തോമസിന്റെ ജയം. 2023 നവകേരള സദസ്സിനിടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ക്രൂരമായ ആക്രമണത്തിൽ തലപൊട്ടി മാസങ്ങളോളം ചികിത്സയിൽ കഴിഞ്ഞ തോമസിന് ഇത് ചോര ചീന്തി നേടിയ വിജയം കൂടിയാണ്. KSU ജില്ലാ പ്രസിഡന്റായി കോൺഗ്രസിൽ തുടങ്ങിയ തോമസ് മത്സ്യത്തൊഴിലാളി കൂടിയാണ്. അവിടെ നിന്നാണ് ഇന്ന് നിയമസഭയിലേക്ക് CPM-ന്റെ ചെങ്കോട്ട തകർത്ത് തോമസ് എത്തുന്നത്. 17-ാം വയസ്സിൽ കടലിൽ പോയി കാറ്റിനോടും കോളിനോടും പടവെട്ടിയാണ് തോമസ് ജീവിതം കെട്ടിപ്പടുത്തിയത്. മത്സ്യത്തൊഴിലാളിയായ പിതാവ് ഡൊമിനിക് ജാക്സൺ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കണ്ട് മൂത്ത മകന് അപ്പനൊപ്പം പോകാതിരിക്കാൻ സാധിക്കുമായിരുന്നില്ല. പൊന്തുവള്ളത്തിൽ കടൽ തിരമാലകളെ നേരിട്ട ആ നിർഭയത്വം കൂടി കൈമുതലാക്കിയാണ് തോമസ് ആലപ്പുഴയെ UDF-ലേക്ക് തിരിച്ചെത്തിച്ചത്. ഇനി കണക്കു പറയലിന്റെ ദിവസങ്ങളാണ് മുന്നിലുള്ളത്. UDF മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുന്നതിന് പിന്നാലെ കണക്കുകൾ പിറകോട്ട് വായിച്ചു തുടങ്ങുമെന്ന സന്ദേശം യൂത്ത് കോൺഗ്രസ് നൽകിയിരുന്നു. ആലപ്പുഴയിൽ അന്ന് നടന്നത് എന്താണ്? ആദ്യം മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള ബസ്സിൽ കടന്നുപോകുന്നു. അവിടെ കാത്തുനിന്ന് തോമസ് അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ കരിങ്കൊടി വീശി. അതോടെ കഴിഞ്ഞു പ്രതിഷേധം. എന്നാൽ അവിടെ മറ്റൊരു ട്വിസ്റ്റ് സംഭവിച്ചു. പിന്നാലെ വന്ന ഗൺമാന്മാർ ചാടിയിറങ്ങി യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചതയ്ക്കുകയായിരുന്നു. എന്തിനീ മർദ്ദനം അഴിച്ചുവിട്ടു എന്ന് ചോദിച്ചാൽ ഇന്നും ഉത്തരമില്ല. പ്രതിഷേധിക്കുന്നത് ജനാധിപത്യ രാജ്യത്ത് സ്വാഭാവികമാണ്. അവിടെയാണ് എന്തോ വലിയ തെറ്റ് ചെയ്തെന്ന് ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസിലെ തോമസിനെ അടക്കമുള്ളവരെ മുഖ്യന്റെ ഗൺമാന്മാർ തല്ലിച്ചതച്ചിരിക്കുന്നത്. പ്രേക്ഷകർക്കായി ആ വീഡിയോ കൂടി ചേർക്കുന്നുണ്ട്.